ബഹിരാകാശത്തെക്കുറിച്ചും ആസ്ട്രോനോട്സിനെ കുറിച്ചും ഒക്കെ അറിയാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. കുട്ടിക്കാലത്ത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഫീൽഡായിരുന്നു ഈ ഒരു ബഹിരാകാശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൽപ്പന ചൗളയും സുനിത വില്യംസും ഒക്കെ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. എന്നാൽ 8 ദിവസത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരു യാത്ര പോയ സുനിത വില്യംസും സഹപ്രവർത്തകനായ ബാരി ഇൽമോറും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടു കാണും. 8 ദിവസത്തേക്ക് കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുന്നേ പോയ അവര് ഇപ്പോഴും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ്. ഇനി വരുന്നതും ചിലപ്പോൾ ഫെബ്രുവരിയിലേ കാണുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്തത്? നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഹായ് എവരിവൺ, ഞാൻ അഭിരാമി. ഒരു പുതിയ പോണിറ്റെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജൂൺ 5, 2024 ബോയിങ്ങിലെ CST-100 സ്റ്റാർ ലൈനർ എന്ന സ്പേസ് ക്രാഫ്റ്റില് സുനിത വില്യംസും ബാരി വിൽമോറും ഒരു ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റിന് ഭൂമിയിൽ നിന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത്. ഈ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി അവിടെ ഡോക്ക് ആയതിനു ശേഷമാണ് ഇവർക്ക് തിരിച്ചു വരാൻ കഴിയാതെ അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിൽ വരുന്നത്, എന്തുകൊണ്ട് ബോയിങ്ങിന്റെ സ്പേസ് ക്രാഫ്റ്റിൽ ഇവർ യാത്ര ചെയ്തു? എന്താണ് ഈ ഫ്ലൈറ്റ് ടെസ്റ്റ്? എന്തുകൊണ്ട് നാസയുടെ സ്പേസ് ക്രാഫ്റ്റ് അല്ലല്ലേ? അപ്പൊ നമുക്കതറിയാം. നാസയിൽ ആദ്യം സ്പേസ് ഷട്ടിൽ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഹ്യൂമൻസിനെ, മനുഷ്യരെ ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് കൊണ്ടുപോകാനുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ പേരാണ് സ്പേസ് ഷട്ടിൽ. ഈ സ്പേസ് ഷട്ടിൽ എന്ന പ്രോഗ്രാം എന്നാൽ 2011 അവസാനിപ്പിച്ചു. പല കാരണങ്ങളുണ്ട് അവസാനിപ്പിക്കാൻ. അതിൽ മേജർ ആയിട്ടുണ്ടായിരുന്നത് ആക്സിഡൻസ് ആണ്. 2003 കൊളംബിയ ആക്സിഡൻസ്, കൽപ്പന ചൗള മരിച്ച കൊളംബിയ ആക്സിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റ് ആക്സിഡൻസും, പിന്നെ അതുപോലെ തന്നെ ഹൈ ഓപ്പറേഷണൽ കോസ്റ്റും, വളരെ വില കൂടുതലാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന്. ഇതൊക്കെ കൊണ്ടാണ് 2011 നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം ക്ലോസ് ചെയ്തത്, അവസാനിപ്പിച്ചത്. അതിനുശേഷം പ്രൈവറ്റ് കമ്പനീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു ആശയം നാസ മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ 2014 ഇവര് 2 കമ്പനികളെ തിരഞ്ഞെടുത്തു ഈ ഒരു സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി, സ്പേസ് എക്സും ബോയിങ്ങും. ഈ ഒരു പ്രോഗ്രാമിനെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു ഡീലില് സ്പേസ് എക്സിന് 2.6 ബില്യണും അതുപോലെ ബോയിങ്ങിന് 4.2 ബില്യണുമാണ് നാസ അനുവദിച്ചു കൊടുത്തത്. കുറഞ്ഞ തുക കിട്ടിയിട്ട് പോലും സ്പേസ് എക്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്രൂ മിഷൻസ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബോയിങ് ഒരൊറ്റ മിഷൻ പോലും ഇതുവരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. ഈ ക്രൂ മിഷന് മുന്നേയും വളരെയധികം ടെസ്റ്റ് ശരിക്കും ബോയിങ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ടെസ്റ്റുകളിൽ ഭൂരിഭാഗവും സക്സസ്ഫുൾ ആയിരുന്നില്ല. ഈ ജൂൺ 5 നടക്കേണ്ടിയിരുന്ന ഈ ക്രൂ മിഷൻ പോലും ശരിക്കും മെയ് 6 നടക്കേണ്ടിയിരുന്നത്. എന്നാൽ പല ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഇത് എക്സ്റ്റെൻഡ് ആയി ജൂൺ 5 അവസാനം അവർ നടത്തിയത്. ജൂൺ 6, 2024 സുനിത വില്യംസും ബാരി വിൽമോറും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുകയും അവർ സക്സസ്ഫുൾ ആയിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്തു. നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നത് പോലെ അവരവിടെ എത്തിച്ചേരുമ്പോൾ വേറൊരു കൂട്ടം ആൾക്കാരുണ്ട് അവരെ വെൽക്കം ചെയ്യാനും. അവർ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ആരാണ് ഈ മറ്റ് ആൾക്കാരില്ലേ? അവരെങ്ങനെ അവിടെ എത്തിപ്പെട്ടു? അപ്പൊ ഇവിടെ ഓൾറെഡി ആൾക്കാർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും സുനിത വില്യംസും ബാരി വിൽമോറും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്റ്റക്ക് ആണോ? ഈ കാണുന്ന മറ്റു ആൾക്കാര് എക്സ്പെഡീഷൻ 71 ഭാഗമാണ്. എന്താണ് എക്സ്പെഡീഷൻ ടു ISS, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ? ശരിക്കും 1998 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്തതിന് ശേഷം 2000 മുതൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും ISS താമസിക്കുകയും അവിടെ റിസർച്ച് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്രൂ മെമ്പേഴ്സ് അവിടെ 6 മാസം താമസിച്ച് ഈ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സ്, ഇതിനെയാണ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത്. എക്സ്പെഡീഷൻ 1 തുടങ്ങുന്നത് 2000 നവംബറിലാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് എക്സ്പെഡീഷൻ 71 ആണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ സെപ്റ്റംബർ 2024 എക്സ്പെഡീഷൻ 71 ആൾക്കാർ പോയി. ഇപ്പോൾ എക്സ്പെഡീഷൻ 72 ആണ് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് എക്സ്പെഡീഷൻ. എക്സ്പെഡീഷൻ 72 നമുക്ക് ആസ്ട്രോനോട്ട്സും കോസ്മോനോട്ട്സും നാസയിൽ നിന്നും യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ നിന്നും റഷ്യൻ സ്പേസ് ഏജൻസിയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പൊ നമുക്ക് അവിടെയുണ്ട്. അപ്പൊ അവർ ബോട്ടണിയെ കുറിച്ചും അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയെ കുറിച്ചൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യും. ഭൂമിയിൽ നിന്നുള്ള സപ്ലൈ മിഷൻസിലാണ് ഈ ആസ്ട്രോനോട്ട്സിന് ആഹാരം കിട്ടുന്നത്. അപ്പൊ ഇവര് ഫുഡ് ഓൾറെഡി പാക്ക് ചെയ്തിട്ട് ഈ സപ്ലൈ മിഷൻസിൽ സെൻഡ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫ്രഷ് ഫുഡ് കുറച്ച് പാടായിരിക്കും. കാര്യം ഫ്രഷ് ഫുഡിന് ഒരു ഷെൽ ലൈഫ് ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ പാഴിപ്പോവും. അപ്പോൾ അതല്ലാത്ത ബാക്കി ഫുഡൊക്കെ അവർക്ക് നന്നായിട്ട് കിട്ടും. ഇനി വെള്ളത്തിലേക്ക് വരികയാണെങ്കിൽ വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ സ്വന്തമായിട്ടുള്ള വിയർപ്പും
യൂറിനും അതുപോലെ തന്നെ ആ ക്യാബിനിലുള്ള ഹ്യൂമിഡിറ്റി ഒക്കെ ശരിക്കും നമുക്ക് കുടിക്കാൻ പറ്റുന്ന വളരെ ക്ലീൻ വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനെ വാട്ടർ റിക്കവറി സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇനി വായുവിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം വെള്ളം ഇലക്ട്രോലൈസിസ് എന്നൊരു ഒരു പ്രോസസ്സിലൂടെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യും, അതായത് മാറും. അതിലെ ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ആ ഓക്സിജനാണ് ഇവര് ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ശരിക്കും സുനിത വില്യംസും ബാരി വിൽമോറും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്റ്റക്ക് അല്ല. അവര് ഈ എക്സ്പെഡീഷൻ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഈ റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സുനിത വില്യംസ് ശരിക്കും എക്സ്പെഡീഷൻ 13-14 അതുപോലെ തന്നെ 31-32 ഇങ്ങനെയുള്ള എക്സ്പെഡീഷൻസിന്റെ ഭാഗമായിരുന്നു. ഏറ്റവും കൂടുതൽ സ്പേസ് വർക്ക് ചെയ്ത ബഹുമതിയും സുനിത വില്യംസിന്റെ പേരിലുണ്ട്. അപ്പൊ ഇത്രയും സുനിത വില്യംസിന്റെ പേരിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ 8 ഡേ ഒരു ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് ഇത്രയും കാലം നീണ്ടത്? എന്താണ് ബോയിങ്ങിലെ സ്റ്റാർ ലൈനിൽ സംഭവിച്ചത്? ഈ സ്പേസ് ക്രാഫ്റ്റില് ത്രസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ട്. ശരിക്കും ഈ ത്രസ്റ്റേഴ്സ് ആണ് ഒരു സ്പേസ് ക്രാഫ്റ്റിനെ മുന്നിലേക്ക് പുഷ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡിറക്ഷൻ, അതായത് ദിശ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓർബിറ്റൽ ഇൻസേർഷൻ ടൈമിൽ ഇതിലുള്ള ഈ ത്രസ്റ്റേഴ്സിൽ കുറച്ച് ത്രസ്റ്റേഴ്സ് മാൽ ഫങ്ഷനായി, അതായത് ഇത് വർക്ക് ചെയ്യാതെയായി. അപ്പോൾ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് ആണ്. അപ്പൊ എപ്പോഴൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ്, സൂര്യപ്രകാശം ഇതിന്റെ മേല് പതിക്കുന്നു, അപ്പോൾ ഈ ത്രസ്റ്റേഴ്സ് ഓവർ ഹീറ്റ് ആവുകയും മാൽ ഫങ്ഷൻ ആവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സൂര്യപ്രകാശം അടിക്കാതിരിക്കുമ്പോൾ ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു ത്രസ്റ്റേഴ്സ് ഓവർ ഹീറ്റിംഗ് കാരണം ഹീലിയം ലീക്സും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഹീലിയം ലീക്സ് ശരിക്കും കൂടുകയാണെങ്കിൽ അതൊരു എക്സ്പ്ലോഷന് വരെ കാരണമായേക്കാം. അപ്പോൾ ഇവരുപയോഗിച്ച ഈ സ്റ്റാർലൈനർ എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഈ ഹീലിയം ലീക്സും അതുപോലെ തന്നെ ത്രസ്റ്റർ ഓവർ ഹീറ്റിംഗ് ഒക്കെ കാരണം തിരിച്ചു ഭൂമിയിലേക്ക് വരാൻ പറ്റാതെ അത് ഉപയോഗശൂന്യമാണ്. അവർക്ക് അത് തിരിച്ചുപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഇഷ്യൂ കാരണം തന്നെ ഇപ്പോ സുനിത വില്യംസും ബാരി വിൽമോറും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്റ്റക്ക് ആണ്. അപ്പൊ ഇനി അവരെ എങ്ങനെയാണ് തിരിച്ചുകൊണ്ടുവരിക അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി നാസ ശരിക്കും സ്പേസ് എക്സിന്റെ സഹായം തേടിയിരിക്കുകയാണ്. സ്പേസ് എക്സിൽ ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയിട്ട് മനുഷ്യരെ ഭൂമിയിൽ നിന്ന് സ്പേസിലേക്കും സ്പേസിൽ നിന്ന് തിരിച്ചും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ സ്പേസ് എക്സിന്റെ ഹെൽപ്പോട് കൂടി ഫെബ്രുവരി 2025 സുനിത വില്യംസിനെയും ബാരി വിൽമോറിനെയും തിരിച്ചു ഭൂമിയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് നാസ. ഹോപ്പ്ഫുള്ളി ഇനി നമുക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ സുനിത വില്യംസിനെയും ബാരി വിൽമോറിനെയും ഭൂമിയിൽ കാണാൻ കഴിയും. ബോയിങ്ങിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത് ആദ്യമായിട്ടല്ല. ശരിക്കും നമ്മൾ കുറച്ച് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ബോയിങ് എയർക്രാഫ്റ്റ്സ് പല തവണ അപകടത്തിൽ പെട്ടിട്ടുണ്ട്, ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ബോയിങ്ങിന്റെ പ്രശ്നം? ഇതൊരു ബോയിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയാണോ ഇത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.